നമസ്കാരം. ഇന്നെൻ്റെ കൂടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനും കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നൽകാനും കുറേ സംശയങ്ങൾക്കുള്ള മറുപടി നൽകാനും അർജുനാണ് എൻ്റെ കൂടെ ഉള്ളത്. മെൻ്റലിസ്റ്റാണ്. സ്വാഗതം അർജുൻ. താങ്ക് യു സോ മച്ച്. അർജുൻ, ഈ പറഞ്ഞതുപോലെ തന്നെ ഈ മെൻ്റലിസം എന്നത് കുറച്ച് നാളായുള്ളൂ അല്ലേ കേരളത്തിലേക്ക് നമുക്ക് അറിഞ്ഞു തുടങ്ങിയിട്ട്. പക്ഷെ അറിഞ്ഞു തുടങ്ങിയപ്പോൾ എല്ലാവർക്കും വലിയ കൗതുകമാണ്. അർജുനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഈ മെൻ്റലിസ്റ്റ് എന്നുള്ള ഒരു രീതിയിലേക്ക് എത്താൻ ആ ഒരു ജേണി? ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഒരിക്കലും ഈ ഒരു ഫീൽഡ് വരുമെന്ന് പ്രതീക്ഷിച്ച വ്യക്തിയൊന്നുമല്ല ഞാൻ. എൻ്റെ ഫാമിലിയിലാണെങ്കിലും ആർക്കും ഒരു ആർട്ടോ ആയിട്ടോ അല്ലെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിലും അവർ കണക്റ്റഡ് അല്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഗോവിന്ദ്. അപ്പോൾ അന്ന് +2 പഠിക്കുന്ന സമയം അവൻ എനിക്ക് കുഞ്ഞൊരു മാജിക് ട്രിക്ക് കാണിച്ചത്. മാജിക് ട്രിക്ക് പോലും അല്ല, ഒരു ചെറിയൊരു ട്രിക്ക്, പിള്ളേരൊക്കെ പറ്റിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു സാധനം. അപ്പോൾ അത് ആദ്യമായിട്ട് കാണിച്ച സമയത്ത് എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായി. എനിക്ക് ആൾക്കാരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ മൂവീസ്, ഡ്രാമ. അപ്പോൾ ഇത് കണ്ട സമയത്ത് എനിക്കിത് ട്രൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് ആൾക്കാരുമായിട്ട് നന്നായിട്ട് കണക്ട് ചെയ്യാൻ, അവരെ ഹാപ്പി ആക്കാനും പറ്റുന്ന ഒരു ടൂളാണെന്ന് തോന്നി. സോ അങ്ങനെ ഞാൻ മാജിക് ആദ്യം പഠിച്ചു തുടങ്ങി. അത് സ്വന്തമായിട്ട് പഠിച്ചു തുടങ്ങി. അപ്പം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ മാജിക് കാണിച്ച് അവരുടെ നല്ല റിയാക്ഷൻസ് കാണുന്ന സമയത്ത് ഭയങ്കര സന്തോഷം തോന്നിയിരുന്നു. പിന്നീട് അത് പുറത്തുള്ള ആൾക്കാരുടെ അടുത്ത് പെർഫോം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഇവിടെ വെള്ളായണിയാണ് എൻ്റെ പ്ലേസ്. അപ്പം നമ്മുടെ നിയർ ബൈ ഉള്ള ബീച്ചാണ് കോവളം, വിഴിഞ്ഞം. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് നമ്മൾ റാൻഡമായിട്ട് അവിടെ വരുന്ന ആൾക്കാരുടെ അടുത്തേക്ക് ഇത് ആദ്യമായിട്ട് ട്രൈ ചെയ്ത് തുടങ്ങി. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് പറ്റുന്ന ഒരു ഫീൽഡാണെന്ന് തോന്നി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. ശരിക്കും മെൻ്റലിസത്തിന് ഇന്ത്യയിൽ അല്ലേ ഇത് പഠിക്കാൻ ഒരു ട്യൂട്ടോറിയൽ അങ്ങനെ ആയിട്ടില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ മാജിക്കിൽ നിന്ന് ആണോ ഈ മെൻ്റലിസ്റ്റിലേക്ക് എത്തുന്നത്? അതായത് മാജിക്കിൻ്റെ തന്നെ ഒരു എക്സ്റ്റെൻഡഡ് ഫോമാണ് മെൻ്റലിസം എന്ന് പറയുന്നത്. പിന്നെ പഠിക്കാനായിട്ട് ഇന്ത്യയിൽ അല്ലെങ്കിൽ പഠിക്കാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇത് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ, പഠിപ്പിക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. പക്ഷേ കറക്റ്റായിട്ടുള്ള ജെനുവൻ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് പഠിക്കുക എന്ന് പറയുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത ഒരാൾ വന്നിട്ട് നിങ്ങൾക്ക് ക്ലാസ്സസ് എടുത്തു തരുന്നു, അല്ലെങ്കിൽ നിങ്ങളെ വലിയ പെർഫോമർ ആക്കാമെന്ന് പറയുന്ന സമയത്ത് അവരെവിടെയെങ്കിലും പോയിട്ട് 4-5 ട്രിക്കോ അല്ലെങ്കിൽ 10-15 ട്രിക്കോ പഠിച്ചിട്ട് വന്നിട്ട് അങ്ങനെ ക്ലാസ്സസ് എടുക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾക്കൊരു പ്രയോജനമില്ല. ഈ ഫീൽഡിൽ നിന്ന് ഇതിൽ ഷോസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിൽ ഇനിയും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോയാൽ ഈ വരുന്ന ആൾക്കാർക്ക് അത് ജെനുവനായിട്ട് പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ കറക്റ്റ് സോഴ്സിൽ നിന്ന് പഠിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ബട്ട് ഫോർ മീ, ഞാൻ സ്വന്തമായിട്ട് പഠിച്ചു വന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും വലിയൊരു കഷ്ടപ്പെട്ടൊരു പാത്തുണ്ട്. നമ്മളെ എല്ലാ ദിവസവും ഇത് അപ്ഡേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ കൂടുതൽ പഠിക്കാനുള്ള എഫേർട്ട് എടുക്കുക. അപ്പോൾ ആ ഒരു എഫേർട്ട് ശരിക്കും ഇതിൻ്റെ പിറകിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചുമ്മാ സ്പൂൺ ഫീഡ് ചെയ്ത് കിട്ടുന്നതും ഒരു കാര്യം നമ്മളായിട്ട് എഫേർട്ട് എടുത്ത് പഠിക്കുന്നതും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്ന ഈ പഠിക്കുന്ന ആൾക്കാരും പഠിപ്പിക്കുന്ന ആൾക്കാരും തമ്മിൽ വരുമ്പോൾ ഉള്ളൊരു പ്രശ്നം അതാണ്. തീർച്ചയായും. ഇപ്പോൾ ഈ മെൻ്റലിസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം, എല്ലാവരുടെയും മനസ്സ് വായിക്കാൻ മെൻ്റലിസ്റ്റുകൾക്ക് സാധിക്കുമോ എന്നാണ്. പറ്റുമോ അങ്ങനെ? ഇല്ലല്ല, ഒരിക്കലും ഇല്ല. ആർക്കും ആരുടെയും മനസ്സൊന്നും വായിക്കാൻ പറ്റത്തില്ല. നമുക്ക് പറ്റുന്ന കാര്യം എന്ന് പറയുന്ന ആൾക്കാരെ ഒബ്സർവ് ചെയ്യാം അല്ലേ. ഇപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പോലും, ഈ ഒരു പോസ്റ്ററിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് പോലും മനസ്സിൽ ഒരുപാട് കൺഫ്യൂഷൻസും ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് ഇല്ലേ ഇരിക്കുകയാണ്. അത്രയും ഓപ്പണപ്പായിട്ട് സംസാരിക്കുന്ന, അത്രയും ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന ഒരു മൊമെൻ്റ് ഒന്നും അല്ല. അപ്പോൾ ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് ആൾക്കാരുടെ അടുത്ത് നിന്ന് ഒബ്സർവ് ചെയ്യാം. നമുക്ക് നമ്മുടെ ബേസിക് ആയിട്ട് നമുക്ക് ഗസ് ചെയ്യാനുള്ള ചില കഴിവുകളൊക്കെ ഉണ്ട് ഇല്ലേ. ഇപ്പം ഒരാൾ നമ്മുടെ അടുത്ത് ചില കാര്യങ്ങൾ പറയാതെ തന്നെ നമുക്ക് മനസ്സിലാവുന്ന സിറ്റുവേഷൻസ് ഇല്ലേ. നമ്മുടെ ഗട്ട് ഫീലിങ്ങോ ഗസ്സോ ഒക്കെ ആവാം. പ്ലസ് അതിൻ്റെ ഒപ്പം കുറച്ച് സൈക്കോളജിക്കൽ എലമെൻറ്റ്സും, അല്ലെങ്കിൽ നമുക്ക് ബോഡി ലാംഗ്വേജ് റീഡിങ്, കോൾ റീഡിങ്, അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചേർത്ത് മാജിക്കും ഒക്കെ ചേർത്ത് നമ്മൾ ചെയ്യുന്ന സമയത്ത് അതൊരു ഇലൂഷനായിട്ട്, അതായത് ഒരാളുടെ മനസ്സ് വായിക്കാതെ തന്നെ മനസ്സ് വായിക്കുന്ന തരത്തിലുള്ള ഒരു ഇലൂഷനായിട്ടത് വരുന്നു. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ, ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യുക. നമ്മളൊരിക്കലും ഒരു സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ മനസ്സ് വായിക്കാൻ പറ്റും, ഞാൻ നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ തോട്ട്സ് എടുക്കും, അങ്ങനെ പറഞ്ഞിട്ടല്ല ഒരിക്കലും ചെയ്യുന്നത്. ഇത് ചെയ്യുന്നതുകൊണ്ടാകെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാരെ ആ കുറച്ച് സമയത്തേക്ക് അവരെ എക്സൈറ്റഡ് ആക്കുക, ഒരു വാവ് ഫീൽ അടുപ്പിക്കുക, അല്ലെങ്കിൽ ഇമോഷണൽ ആക്കുക അല്ലേ. അങ്ങനെയുള്ള ഇമോഷൻസ് അവർക്ക് കൊടുക്കാനാണ് ഇത് ചെയ്യുന്നത്. തീർച്ചയായും. ഒരു മെൻ്റലിസ്റ്റ് എന്ന് പറയുമ്പം ഈ പറഞ്ഞതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ അത്രത്തോളം പ്രാധാന്യമുള്ളതാണല്ലോ. ഒരാളെ മുന്നിൽ കിട്ടുമ്പം ശരിക്കും ചില സമയങ്ങളിലൊക്കെ അത് ഫ്ലോപ്പ് ആവാനുള്ളൊരു സാധ്യതയുണ്ടല്ലോ. അതിനെയൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? കാരണം അതൊക്കെ ഈ പെട്ടെന്ന് തന്നെ ടക്ക് എന്ന് പറഞ്ഞ രീതിയിൽ അതൊക്കെ ഹാൻഡിൽ ചെയ്ത് പോകണല്ലോ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ടോ? നമ്മളിത് ചെയ്യുന്ന സമയത്ത് അഫ്കോഴ്സ് എല്ലാ തവണയും നമ്മൾ ഫ്രണ്ടിൽ ഒരാൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഇൻസ്ട്രക്ഷൻസിലോ അല്ലെങ്കിൽ അവർ കറക്റ്റായിട്ട് എടുക്കാത്ത സിറ്റുവേഷനിലോ ഒക്കെ അത് ഫ്ലോപ്പ് ആവാനോ അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള രീതിയിൽ അത് വർക്കൗട്ട് ആവാതിരിക്കാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. ഇതൊരിക്കലും 100% പെർഫെക്റ്റ് ആയിട്ട് വരുന്നൊരു കാര്യമൊന്നുമല്ല. സോ അവിടെ ഒന്നെങ്കിൽ നമ്മൾ ഒരു ബാക്കപ്പ് പ്ലാൻ അതിൻ്റെ ഉള്ളിലുണ്ടാവും. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും തെറ്റിപ്പോയാൽ തന്നെ നമ്മൾ
വീണ്ടും അടുത്ത് അവരുടെ അടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് അത് എന്താ പറയുക അവർക്ക് ഹാപ്പിനെസ് കൊടുക്കുന്ന രീതിയിലുള്ളൊരു പെർഫോമൻസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതൊരു പ്രാക്ടീസ് ആണല്ലോ. നമ്മളിപ്പോൾ സ്റ്റേജ് ഷോയിൽ ചെയ്യുന്ന സമയത്ത് മാക്സിമം എറേഴ്സ് ഇല്ലാതെ ചെയ്യാനായിട്ട് ശ്രമിക്കും. അതല്ലാതെ ഇപ്പോൾ സ്ട്രീറ്റിൽ പോയി ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ കാഷ്വലി ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കിതൊരു പ്രാക്ടീസ് പോലെയാണ്. അപ്പോൾ അവിടെ നമുക്ക് തെറ്റാതിരിക്കാം ഒന്നും നമ്മളതൊന്നും ഇറ്റ്സ് എ പാർട്ട്. ഇതിൻ്റെ ഒരു പാർട്ട് തന്നെയാണ് തെറ്റുക എന്നുള്ളത്. ഇപ്പം ഞാനൊരു കാര്യം വിചാരിക്കാൻ പറയുന്നു, നിങ്ങളത് കറക്റ്റായിട്ട് വിചാരിക്കുന്ന കാര്യം തന്നെ എനിക്ക് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തെറ്റിപ്പോയാൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ, റൈറ്റ്? അപ്പോൾ ഈ അർജുനെ അറിയുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഫാമിലി, ഫ്രണ്ട്സ്, ഇവർക്കൊക്കെ ഭയങ്കര ഒരു ഇതായിരിക്കില്ലേ? കാരണം ഒന്നും പറയാൻ പറ്റില്ല, കള്ളമൊക്കെ പറഞ്ഞാൽ ഇനി കണ്ടുപിടിക്കും എന്നുള്ളൊരു സംശയം, അങ്ങനെയൊക്കെ ഒരു ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? മേ ബി എൻ്റെ ക്ലോസ് സർക്കിൾ നിൽക്കുന്ന ആർക്കും അങ്ങനത്തെ ഒരു ഫീലൊന്നും ഇല്ല. അതായത് നമ്മളൊരിക്കലും അവരുടെ അടുത്ത് പെരുമാറുന്ന സമയത്തോ അവർ സംസാരിക്കുന്ന സമയത്തോ നമ്മളൊരു പെർഫോമർ ആണെന്നോ മെന്റലിസ്റ്റ് ആണെന്നോ അങ്ങനത്തെ രീതിയിലൊന്നുമല്ല നമ്മൾ നിൽക്കുന്നത്. ആ ഒരു സർക്കിളിനകത്ത് ആ ഒരു തോട്ടേ ഇല്ല. പിന്നെ ഫ്രണ്ട്സിൻ്റെ കാര്യം അറിയാമല്ലോ, അവർ നമ്മളെന്തെങ്കിലും പറയാൻ മനസ്സിലാവും, ഇതൊന്നും അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ്. എപ്പോഴും ഫ്രണ്ട്സ് അല്ലെങ്കിൽ പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് അവർക്കാണ് കൂടുതൽ കൺസേൺസും ടെൻഷൻസ് ഒക്കെ. അപ്പോൾ അവർ നോക്കുന്ന സമയത്ത് ഇയാൾ എൻ്റെ മനസ്സ് വായിക്കുമോ അല്ലെങ്കിൽ ഇയാൾ എൻ്റെ ഉള്ളിലുള്ള കളത്തിനെ കണ്ടുപിടിക്കുക എന്നുള്ള അങ്ങനെയുള്ള തോട്ട്സ് ഉണ്ടാവാറുണ്ട് ആൾക്കാർക്ക്. അപ്പോൾ വരുന്ന സമയത്ത് ചിലപ്പോൾ കണ്ണി നോക്കാത്ത ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ നമ്മളുള്ളത് കൊണ്ട് കുറച്ച് മാറി നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. സോ അതുണ്ടായിട്ടുണ്ട്. ഈ പോലീസ് കേസുകളൊക്കെ ഉണ്ടാവുമ്പോഴേ അതിൽ കുറ്റാന്വേഷണമൊക്കെ വരുമ്പോൾ മെന്റലിസ്റ്റുകൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമല്ലോ എന്നൊക്കെ, ഇതൊക്കെ ഓരോ സംശയങ്ങളായിട്ട് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടിട്ടുള്ളത്. അതൊക്കെ സത്യമാണോ? അങ്ങനത്തെ കേസ് അന്വേഷണത്തിനൊക്കെ ഈ മെന്റലിസം ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. മെന്റലിസം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാജിക്കിൻ്റെ ഒരു എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ആർട്ട് ഫോമാണ്. അപ്പോൾ അവിടെ നമുക്ക് സയന്റിഫിക് ബേസ് വെച്ചിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല അതിനകത്ത് വരുന്നത്. അതൊരിക്കലും നമുക്ക് ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇതുപോലെ കള്ളങ്ങൾ കണ്ടുപിടിക്കാനോ ആ ഒരു രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റത്തൊന്നുമില്ല. ബേസിക്കലി ഒരു മെൻ്റലിസ്റ്റിന് ഇത് പറ്റത്തില്ല. ആ ഫീൽഡ്, അതായത് ഇപ്പോൾ നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഫീൽഡ് പഠിച്ച് അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മളെന്താ എൻ്റർടൈനേഴ്സാണ്, പെർഫോമേഴ്സാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് ഒരിക്കലും ഇതൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. തീർച്ചയായും. അപ്പോൾ ഒരു സംശയം കൂടെ, കാരണം ഈ മെന്റലിസം പഠിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് ഇതുപോലത്തെ ഒരുപാട് സംശയങ്ങളായിട്ടല്ല അവർ വരിക. അപ്പോൾ അവരോടൊക്കെ എന്താ പറയാനുള്ളത്? കാരണം പലപ്പോഴും ഇത് ഒരു കൺകെട്ട് വിദ്യ, അതിനപ്പുറം ഈ പറയുന്ന പോലെ തന്നെ ഒരു എക്സ്പീരിയൻസ്, എന്റർടൈൻമെന്റ്, ഇങ്ങനെ കുറേ ഘടകങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ എന്താ പറയാനുള്ളത്? കാരണം പെട്ടെന്ന് ഒരാൾക്ക് ഒരു മെന്റലിസ്റ്റ് ആകാൻ പറ്റുമോ? ഇല്ല. ഒന്നാമത്തെ കാര്യം, നമ്മൾ പഠിക്കുന്നതിൻ്റെ പർപ്പസാണ്. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നത്? അപ്പോൾ ഇത് പഠിക്കുന്ന പല ആൾക്കാർക്കും പല പേർപ്പസുള്ള ആൾക്കാരായിരിക്കും. ചില ആൾക്കാർക്ക് ഇത് പഠിക്കുന്നതുകൊണ്ട് അവരുദ്ദേശിക്കുന്ന അവർക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാവും. അതായത് ഈ ഒരു പേഴ്സണെ ഇംപ്രസ് ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ പഠിക്കുന്ന സമയത്ത് എനിക്കിത് വെച്ചിട്ട് എൻ്റെ ബിസിനസ് ഇങ്ങനെ ചെയ്യാനായിട്ട്, ഇപ്പോൾ റീസെൻ്റായിട്ട് തന്നെ ഒരാൾ കണക്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നത് ചീട്ടൊക്കെ കളിക്കുന്ന ആളാണെന്നാണ്. അപ്പോൾ ആള് പോക്കർ പോലത്തെ എന്തൊരു ഗെയിമാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഗെയിം കളിക്കുന്ന സമയത്ത് ആൾക്ക് ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റിൽ ഈ ഒരു കാർഡ് വരണം. ഓക്കെ, അപ്പോൾ അത് അങ്ങനത്തെ ഒരു കാര്യം പഠിപ്പിച്ചു കൊടുത്താൽ എത്ര ലക്ഷം രൂപ വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് മാജിക് ബേസ് ചെയ്ത് വരുന്ന, അപ്പോൾ ഇതുപോലെ പർപ്പസിൽ പഠിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരത് പഠിച്ചിട്ട് പ്രയോജനമില്ല. ഫസ്റ്റ് തിങ്, ഇതൊരു പെർഫോമിങ് ആർട്ടാണ്. അപ്പോൾ നമ്മളിത് ആൾക്കാർക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു കാര്യമായതുകൊണ്ട് തന്നെ ജെനുവിനായിട്ട് അങ്ങനത്തെ ഒരു ഇഷ്ടത്തോടു കൂടി ഓക്കെ എനിക്ക് നല്ലൊരു പെർഫോമർ ആവണം, അല്ലെങ്കിൽ എനിക്കിത് മേ ബി ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാൻ, എൻഗേജ് ചെയ്യിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളായിട്ട് യൂസ് ചെയ്യണം. ആ ഒരു ജെനുവിനിറ്റി ഉള്ള ആൾക്കാരെയാണ് നമ്മൾ പഠിപ്പിക്കാനായിട്ട് ഞാൻ എപ്പോഴും പറയുന്നത്. സോ രണ്ടാമത്തെ കാര്യം, എഫേർട്ട് ഇടാനുള്ളൊരു മൈൻഡ് ഉണ്ടാവണം. ഇതൊരിക്കലും പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഞാൻ നിങ്ങളെ മെൻ്റലിസ്റ്റ് ആക്കാന്ന് പറയുമ്പോൾ നിങ്ങൾ ആഡ് കണ്ടിട്ട് പോയി ചേരുന്നത് പോലെ അല്ല, ഒരിക്കലും ഇല്ല. നമ്മൾ ഇത് ഒരുപാട് വർഷത്തെ അല്ലെങ്കിൽ ഒരുപാട് കാലത്തെ പ്രാക്ടീസാണ്. ഓക്കെ, നിങ്ങൾക്ക് അവിടെ പോകുന്ന സമയത്ത് ഈ പറയുന്ന പോലെ 1-2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് റൂട്ടീൻസ് അല്ലെങ്കിൽ കുറച്ച് ട്രിക്കൊക്കെ പഠിക്കാൻ പറ്റും. ഓക്കെ, ഒരു 4-5 ട്രിക്ക് നിങ്ങൾ പഠിച്ചെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് എവിടെയെങ്കിലും എടുത്ത് പെർഫോം ചെയ്യാനും പറ്റും. പക്ഷേ നിങ്ങൾ അപ്പോഴും ഒരു നല്ല പെർഫോമർ ആവുന്നില്ല. അതിന് വേണ്ടിയിട്ട് ബേസ് തൊട്ട്, ഞാൻ പറയുന്നത് മാജിക് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, എപ്പോഴും മാജിക് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പെർഫോമൻസ് സ്കില്ല് അത് ഇമ്പ്രൂവ് ആവും, നമുക്ക് ഓഡിയൻസ് മാനേജ്മെൻറ്റ് ഇമ്പ്രൂവ് ആവും. അപ്പോൾ ഇതിനകത്ത് നമുക്കിപ്പോൾ സ്ലൈഡ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇമ്പ്രൂവ് ആവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇനി നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് മെൻ്റലിസ്റ്റ് ആയേ പറ്റുമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ വില്ലിങ് ആയിരിക്കണം. ഓരോ ദിവസം ഇത്ര ടൈം വെച്ച് മാറ്റി വെച്ച് ആൾക്കാരുടെ അടുത്ത് പെർഫോം ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ തന്നെ വരണം. എവിടെയെങ്കിലും അർജുന 8ന്റെ പണി കിട്ടിയിട്ടുണ്ടോ ഈ മെൻ്റലിസം ചെയ്യുന്നതിനിടയിൽ? കാരണം എല്ലാവരും ഒരുപോലെ റിയാക്ട് ചെയ്യണമെന്നില്ലല്ലോ. കാരണം അവർ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നടക്കുമ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടോ? അത് ഇതിൻ്റെ ഒരു പാർട്ടാണ്. നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില റിയാക്ഷൻസ്, ചില ആൾക്കാർ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില സിറ്റുവേഷൻസിൽ ചിലപ്പോൾ നമ്മുടെ അടുത്ത് പെരുമാറിയെന്ന് വരാം. അപ്പോൾ നമ്മളെപ്പോഴും സ്റ്റേജിലൊന്നും ഭാഗ്യത്തിന് അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇതുവരെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ സ്ട്രീറ്റിലൊരു തവണ എനിക്ക് വിഷമമായൊരു സിറ്റുവേഷൻ അതാണ്. നമ്മൾ ഒരു തവണ ഞാനിങ്ങനെ പെർഫോം ചെയ്യുന്ന സമയത്ത്
അപ്പോൾ ഞാൻ ഒരു സമയത്ത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇത്ര ഡേയ്സ് കൂടുന്ന അനുസരിച്ചിട്ട് കണ്ടന്റ് ഇടണം, അതെൻ്റെ ഒരു പ്ലാനായിരുന്നു. അപ്പോൾ അന്നത്തെ സമയം എനിക്ക് ഭയങ്കരമായിട്ട് അന്ന് വീക്കെൻഡ് എന്തോ ആണ്, അപ്പോൾ എനിക്ക് കണ്ടന്റ് ഇടണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. അന്നൊരു വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അറിയാമല്ലോ, ഇപ്പം സാറ്റർഡേ സൺഡേ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അന്നിടുന്ന കണ്ടന്റ് കുറച്ച് ആൾക്കാർ കൂടുതൽ കാണാറുണ്ട്. അപ്പോൾ ഞാനിവിടെ പുറത്ത് കനകക്കൊന്നും അവിടെ പോയിട്ടാണ് അത് ഷൂട്ട് ചെയ്ത് വന്നത്. അപ്പോൾ അന്നൊരു ഹിപ്നോട്ടിസം വീഡിയോ ആയിരുന്നു ഇടേണ്ടത്. അപ്പോൾ ഞാൻ കുറേ നേരം നടന്നിട്ടും എനിക്ക് കറക്റ്റായിട്ടുള്ള ഞാൻ ഉദ്ദേശിച്ചൊരു കണ്ടന്റ് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഹിപ്നോട്ടിസം റിയലായിട്ട് ചെയ്യാനും പറ്റും, ആ ഒരു ഇലൂഷൻ ക്രിയേറ്റ് ചെയ്ത് ചെയ്യുന്ന ചില റൂട്ടീൻസ് ഉണ്ട്. ഓക്കെ, അതായത് ഒരാൾ ഹിപ്നോട്ടിസം ചെയ്യാതെ തന്നെ നമുക്ക് ഹിപ്നോട്ടൈസ്ഡ് ആയി എന്ന് ഓഡിയൻസിന് തോന്നുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന റൂട്ടീൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് അന്നൊരു ഒരു 3-4 പേരുള്ള ഒരു ക്രൗഡിനെ കിട്ടിയതിൽ അവർ 4 പേരും നല്ല സബ്ജക്ട്സ് ആയിരുന്നില്ല. നമ്മൾ ആദ്യം ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് നല്ല സബ്ജക്ട്സ് ആയിരുന്നില്ല. അപ്പോൾ എന്നിട്ട് ഞാൻ അതിൽ നിന്ന് ഒരാളെ ട്രൈ ചെയ്തു, അതും വർക്കൗട്ട് ആയില്ല. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിയോടായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇലൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയുണ്ട്, അതിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആളുടെ അടുത്ത് ഞാൻ അത് ഒരു പേപ്പർ കീറാൻ പറ്റുന്നില്ല, അങ്ങനത്തെ എന്തോ റൂട്ടീനാണ്. അപ്പോൾ അത് ആളുടെ അടുത്ത് ചെയ്ത സമയത്ത് പുള്ളിക്ക് അതിൻ്റെ ട്രിക്ക് മനസ്സിലായി, എങ്ങനെ ചെയ്യുന്നത് ട്രിക്ക് മനസ്സിലായി. അപ്പോൾ പുള്ളി പെട്ടെന്ന് അവിടെ ഷൗട്ട് ചെയ്തു, നിങ്ങൾ എന്താ നമ്മളെ പറ്റിക്കാൻ നോക്കുക, പെട്ടെന്ന് പുള്ളി ഷൗട്ട് ചെയ്തു. അത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിപ്പോയി. ഞാൻ ആ മൊമെന്റിൽ പെട്ടെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് നല്ല വിഷമം തോന്നി. അവിടെ നിന്നിട്ട് നമ്മളിങ്ങനെ ഭൂമി പടർന്ന് താഴെ പോയെങ്കിൽ എന്ന് ചിന്തിക്കുന്ന, അപ്പം അത് ലൈക്ക് എന്താ ഇതുവരെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. അത് അന്ന് ഉണ്ടായ സമയത്ത് എക്സ്പീരിയൻസ് അല്ലേ, നമുക്കത് ഒരു ജേർണിയിൽ ഉണ്ടാകുന്ന കുറച്ചും കൂടെ അത് മറ്റൊരു ആളെ കിട്ടുമ്പോൾ അതിനെക്കാട്ടും മെച്ചപ്പെട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമായിരിക്കും. എന്താണെന്നറിയോ, അപ്പം അവരുടെ മനസ്സിലൊരു തോട്ട് ഉണ്ടാകും, അപ്പോൾ ഇയാൾക്ക് ഹിപ്നോട്ടിസം ചെയ്യാൻ അറിയത്തില്ല, ഇയാൾ ശരിക്കും അത് നമുക്ക് പറ്റും, പക്ഷേ അന്നത്തെ ദിവസം അവർ നല്ല സബ്ജക്റ്റ് ആയിരുന്നില്ല, അപ്പോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്നിട്ട് ആളിങ്ങനെ ഷൗട്ട് ചെയ്ത സമയത്താണ് പെട്ടെന്ന് അത് ഇങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ചുറ്റും. ഈ ഹിപ്നോട്ടിസം എന്ന് പറയുമ്പോൾ നമ്മൾ മണിച്ചിത്രത്താഴ് സിനിമയൊക്കെ കണ്ടതിന് ശേഷമാണല്ലേ നമുക്ക് കേരളത്തിലല്ലേ, അതിന് മുന്നേ ഉണ്ട്, പക്ഷേ മോഹൻലാൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോഴാണ് നമ്മൾ അതിൻ്റെയൊക്കെ ഓർമ്മയിലൊക്കെ എടുക്കുന്നത്. ഈ ഹിപ്നോട്ടിസം ചെയ്തിട്ട് എല്ലാവരെയും നമുക്കിങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെയൊക്കെയാണ് ഈ ബാധ ഒഴിപ്പിക്കൽ അങ്ങനെയൊക്കെ പറ്റുമോ ശരിക്കും പറഞ്ഞാൽ? കാരണം ഈ മെന്റലിസം, ഹിപ്നോട്ടിസം ഇതൊക്കെ ആയിട്ട് ആളുകൾ ഇപ്പം മെന്റലിസ്റ്റുകൾ തന്നെ കുറേ പേര് പറയുന്ന കേട്ടിട്ടുണ്ട്, അവർക്ക് ഒരുപാട് കോൾസ് വന്നിട്ടുണ്ട്, ഇങ്ങനെ ബാധ ഒഴിപ്പിക്കാൻ പറ്റുമോ, പ്രേതത്തെ കാണാൻ പറ്റുമോ, അവരോട് സംസാരിക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ഒരു സംശയങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും അങ്ങനെയൊക്കെ ഉണ്ട് അർജുൻ? ഇല്ല, അങ്ങനെയൊന്നും പോസിബിൾ അല്ല. ഇപ്പം മണിച്ചിത്രത്താഴിൽ തന്നെ കാണിക്കുന്നതെന്ന് പറയുന്നത് അതൊരു രോഗാവസ്ഥ പോലെയാണ് അതിൽ ശരിക്കും പറഞ്ഞു പോകുന്നത്. നമ്മുടെ മെന്റലി ഉണ്ടാകുന്ന ഒരു ഡിസോർഡർ പോലെയാണ് ആ സിനിമ പറഞ്ഞു പോകുന്നത് മുഴുവനായിട്ടും. ബേസിക്കലി ഞാൻ ഫസ്റ്റായിട്ട് ഹിപ്നോട്ടിസം ഒരു സിനിമയിൽ എനിക്ക് കണ്ട ഓർമ്മയെന്ന് പറഞ്ഞാൽ നമ്മുടെ ആളുടെ പേര് ഞാൻ പറഞ്ഞു, ഒരു സിനിമയ്ക്കകത്ത് ഐ തിങ്ക് ഉർവശിയോ അങ്ങാണ്ടാണെന്ന് തോന്നുന്നത്, ഉറക്കിയിട്ട് ഞാൻ നിങ്ങളെ ഉറക്കാൻ പോവാണ്, അപ്പോൾ ഫസ്റ്റ് നൈറ്റ് എന്തോ സീനാണ്, അപ്പോൾ ഞാൻ നിങ്ങളിങ്ങനെ ഉറക്കിയിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള പഴയ ഇതൊക്കെ എടുക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് തിരിച്ച് തിരിച്ച് പുള്ളീനെ ഉറക്കിയിട്ട് പുള്ളിക്കാർ ഞാൻ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്ന് പറയുന്ന ഒരു സീനാണ് ഹിപ്നോട്ടിസം റിലേറ്റഡ്. എനിക്കൊന്ന് കുറേ ആൾക്കാർക്ക് ഓർമ്മയുള്ളത്. പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈം റിയൽ ആയിട്ട് എൻ്റെ ലൈഫിൽ ഒരാളിങ്ങനെ ഹിപ്നോട്ടിസം ചെയ്യുന്നത് കാണുന്നത് എൻ്റെ ഫ്രണ്ട് സൂര്യ സുരേഷ്. അവനിങ്ങനെ അവൻ്റെ പെർഫോമറാണ്. അപ്പോൾ അവൻ ഇതുപോലത്തെ ഒരു കോളേജ് ഫംഗ്ഷന് വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോഴാണ് ഞാൻ ശരിക്കും ഇങ്ങനത്തെ ഒരു കാര്യം ഉണ്ടെന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്, അതൊരു പെർഫോമിങ് ആർട്ടായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ഇത് വെച്ചിട്ട് ബാധ ഒഴിപ്പിക്കാനോ ഇത് വെച്ചിട്ട് അല്ലെങ്കിൽ ആരുടെയെങ്കിലും എന്താ ഇതുപോലെ പ്രേതമായിട്ട് ബന്ധപ്പെട്ട കാര്യമോ ഒന്നും പോസിബിൾ അല്ല, ഒരിക്കലും ഇല്ല. സി ഇതൊക്കെ ഒരു ഈ പറയുന്ന അവസ്ഥയ്ക്ക് ഒരു നമുക്ക് മെന്റലി ഉണ്ടാവുന്ന ഒരു ഡിസോർഡർ ആണ്. പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് ഓക്കെ ആയി എന്നുള്ളൊരു തോന്നലിൽ ചിലപ്പോൾ എല്ലാം മാറാൻ സാധ്യതയുണ്ടല്ലേ? ഇല്ല ഒരിക്കലും. സി ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ദിസ് ഇസ് എ മെന്റൽ ഡിസോർഡർ. അപ്പോൾ അതുകൊണ്ട് ഒരു സൈക്കോളജിസ്റ്റിനോ സൈക്യാട്രിസ്റ്റിനെയോ കൺസൾട്ട് ചെയ്ത് ആ രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, ആർക്കും ബാധ കയറുന്നൊന്നും അല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ഒരു കഥകൾ അല്ലെങ്കിൽ പണ്ട് കാലം തൊട്ട് ഉണ്ടാക്കി വെച്ച കുറേ കാര്യങ്ങളാണ് ഇതൊക്കെ. സോ അവർക്ക് ആ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് ഉണ്ടാകുന്ന ഒരു മാനസിക പ്രശ്നമാണത്. അപ്പോൾ അതിനെ പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് പോയി ട്രീറ്റ് ചെയ്യുക. ഒരിക്കലും ഒരു മെൻ്റലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഹിപ്നോട്ടിസ്റ്റ്, അതായത് സ്ട്രീറ്റിൽ പെർഫോം ചെയ്യുന്ന ഒരു ഹിപ്നോട്ടിസ്റ്റ് അല്ല ചെയ്യേണ്ടത്. ഹിപ്നോതെറാപ്പി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് ഹിപ്നോതെറാപ്പി പഠിച്ച് അതിൽ ലൈസൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ പറയുന്ന ആൾക്കാരുടെ മെന്റൽ ഡിസോർഡേഴ്സ് ഒക്കെ എന്താ പറയണ്ട അതിൽ ടേക്ക് കെയർ ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട്. ഓക്കെ, ഒരിക്കലും പെർഫോമർ അല്ല അത് ചെയ്യേണ്ടത്. ശരി, ഈ മെന്റലിസ്റ്റുകൾ വിശ്വാസികളാണോ ശരിക്കും? അത് പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്യുന്നൊരു കാര്യമല്ലേ. അതായത് എന്താ ഇപ്പോൾ ഞാൻ ജനിച്ചു വളർന്ന ചുറ്റുപാടും അല്ലെങ്കിൽ ഞാൻ അങ്ങനത്തെ ഒരു ഇതിൽ നിന്ന് വന്നു, ഞാൻ അത്രത്തോളം എഡ്യൂക്കേറ്റഡ് അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മേ ബി ഞാനിതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടാവും. ചില ആൾക്കാർ
പഠിക്കും തോറും അവർക്ക് സയൻസിനെ കുറിച്ച് മനസ്സിലാവും, അല്ലെങ്കിൽ അവരുടെ മൊറാലിറ്റി അല്ലെങ്കിൽ അവർക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അതായിരിക്കും അവർ വിശ്വസിക്കുന്നുണ്ടാവുക. അപ്പം ഞാൻ വിശ്വസിക്കുന്ന ഒരു രീതിയിലായിരിക്കില്ല വേറെ മെന്റലിസ്റ്റ് അല്ലെങ്കിൽ വേറെ പെർഫോമർ വിശ്വസിക്കുന്നുണ്ടാവുക. ഇനി അർജുൻ്റെ ഒരു മാസ്റ്റർ പീസ് എന്താണ്? എല്ലാവരും പെട്ടെന്ന് തന്നെ വാവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന എന്തോ ഒരു ടിപ്സ്, എന്തെങ്കിലും കാര്യങ്ങൾ? മാസ്റ്റർ പീസ് എന്നല്ല, എൻ്റെ മനസ്സിൽ ഇതൊന്നും എടുക്കാൻ നോക്കരുത്, കിട്ടൂല. ആദ്യമേ അത് ജാമ്യം എടുത്തിട്ട് മാസ്റ്റർ പീസ് എന്നല്ല. അതായത് എന്നെ കൂടുതൽ ആൾക്കാർ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവുക ഹിപ്നോട്ടിസം വീഡിയോസ് ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. പക്ഷേ ബേസിക്കലി എനിക്ക് ഏറ്റവും ഇഷ്ടം അല്ലെങ്കിൽ എപ്പോഴും എൻ്റെ കോർ എന്ന് പറയുന്ന മാജിക്കാണ്. എനിക്ക് മാജിക്സ് ചെയ്യാനാണ് ഇഷ്ടം. പുതിയ പുതിയ മാജിക്കുകൾ പഠിക്കാനും അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ അതിൽ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. മെന്റലിസം സ്റ്റേജ് ഷോ ആണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, സ്റ്റേജിൽ എനിക്ക് പെർഫോം ചെയ്യാൻ ഇഷ്ടം മെന്റലിസം ആണ്. ബട്ട് ഞാനിട്ട ഹിപ്നോട്ടിസം കണ്ടന്റ് ആണ് അല്ലെങ്കിൽ ഹിപ്നോട്ടിസം വീഡിയോസ് ആണ് കൂടുതൽ ആൾക്കാരുടെ അടുത്തേക്ക് റീച്ച് ആയിട്ടുള്ളത്. അപ്പോൾ ആൾക്കാർ എന്നെ കൂടുതലും ഒരു ഹിപ്നോട്ടിസം എന്നുള്ള രീതിയിലായിരിക്കും അറിയപ്പെടുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ റിയാക്ഷൻസ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരിച്ചറിഞ്ഞിട്ടുള്ളത് ആ ഒരു മേഖലയിൽ നിന്നാണ്. സോ അതൊരു മാസ്റ്റർ പീസായിട്ട് പറയാൻ പറ്റുന്നതായിട്ട് അങ്ങനെയല്ല. പിന്നെ എന്താ, എനിക്കങ്ങനെ മാസ്റ്റർ പീസ് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ട് ഒരു ഐറ്റം അങ്ങനെ പറയാൻ പറ്റത്തില്ല. എല്ലാം കൈകാര്യം ചെയ്യും. എല്ലാം ഇഷ്ടമാണ്, പഠിക്കാൻ പറ്റുന്ന കാര്യം. ഇതിന് ശരിക്കും പറഞ്ഞാൽ പഠിക്കുന്ന ഒരു എൻഡ് ഇല്ല അല്ലേ? ഓരോ ദിവസം നമ്മൾ ഓരോ കണ്ടുപിടുത്തങ്ങൾ പോലെ തന്നെയാണെന്ന് തോന്നുന്നു. നമുക്ക് മാജിക്കിലായാലും മെന്റലിസ്റ്റിലായാലും ഒക്കെ ഈ പറയുന്ന പോലെ പുതിയ പുതിയ അപ്ഡേഷൻസും ഇന്നോവേഷൻസും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. പുതിയ പുതിയ ക്രിയേറ്റേഴ്സ് ലോകത്തിന്റെ പല ഭാഗത്ത് ഇരുന്ന് അവർ പുതിയ പുതിയ റൂട്ടീൻസും ട്രിക്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു എൻഡില്ല. ഇപ്പം നമുക്ക് നമ്മളൊരു ക്രിയേറ്റർ ആണെങ്കിൽ നമുക്കും ആലോചിച്ച് ചിന്തിച്ച് ഈ ഒരു ഫീൽഡിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. നമ്മളിതൊക്കെ ഏറ്റവും നല്ല അല്ലെങ്കിൽ ന്യൂലി അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുക, പഠിക്കുക, റിസർച്ച് ചെയ്യുക. അത് നമ്മുടെ ഷോസിലോ നമ്മുടെ പെർഫോമൻസിലോ ഒക്കെ എങ്ങനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ആൾക്കാർക്കത് നമ്മുടെ ഷോയിൽ സ്യൂട്ട് ആവുന്നുണ്ടെങ്കിൽ ഈ പ്രൊഫഷണലി നമുക്ക് ഇതിനെ ഇപ്പം അർജുൻ്റെ ഒരു പ്രൊഫഷണലായിട്ട് നമ്മൾ ഇതിനെ മാറ്റി എടുക്കുകയാണോ, അതോ ഒരു പ്രൊഫഷണലായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇന്നത്തെ സൊസൈറ്റി എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്? സൊസൈറ്റി ആക്ച്വലി വെൽക്കമിങ് ആണ്. നിങ്ങൾക്ക് ഇപ്പം തന്നെ നോക്കിയാൽ കാണാൻ പറ്റും. നമുക്ക് മെന്റലിസം ഷോസും അല്ലെങ്കിൽ മെന്റലിസം പ്രോഗ്രാംസ് ഒക്കെ ഓരോ ഇവൻസിനാണെന്നുണ്ടെങ്കിലൊക്കെ ആൾക്കാർ ഭയങ്കര ഹാപ്പി ആയിട്ട് വെൽക്കം ചെയ്യുന്നൊരു കാര്യമാണ്. യൂഷ്വലി ഇപ്പോൾ പണ്ട് തൊട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ ഇപ്പോൾ ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും അല്ലെങ്കിൽ ബാൻഡോ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഭയങ്കര കോമൺ ആയിട്ട് എല്ലാവരും ആൾക്കാർ കണ്ടുവരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ഇവൻറ്റിനകത്ത് ഒരു മെന്റലിസം ഷോ വരുന്ന സമയത്ത് അവിടെ കുറച്ചുകൂടി ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ഡയറക്റ്റായിട്ട് ആൾക്കാരെ ഇരുത്തി അവരുമായിട്ട് ഡയറക്റ്റായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അവർ ഈ ഷോയുടെ ഒരു പാർട്ടാവുകയാണ്. അതായത് അവിടെ ഒരു 500 പേരോ 1000 പേരോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ആൾക്കാർക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും പ്രോപ്പറായിട്ട്. നല്ലൊരു ഷോ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അതിനുള്ള കേപ്പബിലിറ്റി നമുക്കൂടെ വേണം അത്രയും ആൾക്കാർ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ. അപ്പോൾ അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ മൊമെന്റ്സ് ഉണ്ടാകുന്ന ഒരു ഷോ ആണത്. ആൾക്കാർക്ക് ഒരുപാട് വർഷം മനസ്സിനകത്ത് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മെമ്മറീസ് ഉണ്ടാകുന്ന ഒരു ഷോ ആണ്. സോ ആ രീതിയിൽ അതിനെ ടേക്ക് കെയർ ചെയ്യണം, അത് ചെയ്യാൻ പറ്റണം, അതാണ്. സോ അതുകൊണ്ട് തന്നെ ഇന്ന് ഉണ്ടല്ലേ ഒരുപാട് ഷോസും ഒരുപാട് ആൾക്കാരും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലേ? കാരണം നിങ്ങളുടേതായിട്ടുള്ള ഒരു ഇപ്പം സ്റ്റേജ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഒരു പക്ഷേ കിട്ടാതെ വന്ന് പോയാൽ ആ ഒരു സമയത്ത് പോലും നമ്മുടെ ആർട്ട് നമ്മുടെ കല അത് മറ്റുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ അത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഉണ്ട്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്ത് കഴിവുണ്ടെന്നുണ്ടെങ്കിലും അത് ഈ ഒരു ഫീൽഡ് മാത്രമല്ല, എന്ത് ഫീൽഡാണെന്നുണ്ടെങ്കിലും എന്ത് കഴിവുണ്ടെന്നുണ്ടെങ്കിലും നമുക്കത് കാണിക്കാം. ആൾക്കാർ വെൽക്കമിങ് ആണ്. ആൾക്കാർ അത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ത്രൂ നമുക്ക് ഷോസ് വരും, അത് ത്രൂ നമുക്ക് എൻക്വയറീസ് വരും, നല്ലൊരു കാര്യമാണ്. പക്ഷേ ഇവിടുത്തെ എനിക്ക് തോന്നുന്ന മേ ബി നമ്മുടെ സൗത്ത് ഇന്ത്യ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു കൾച്ചർ വെച്ചിട്ട് ഈ സോഷ്യൽ മീഡിയ ഫെയിം അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ കാണുന്ന സമയത്ത് അവർക്ക് എത്രത്തോളം ടാലൻറ്റ് സ്കില്ലുണ്ടെന്നുള്ളത് ആൾക്കാർ ചെക്ക് ചെയ്തില്ല, അല്ലെങ്കിൽ അവർക്കതൊരു പ്രോബ്ലം അല്ല. ഈ ഫെയിം ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫെയിം ഉള്ള ആൾക്കാർ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഭയങ്കര ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു വാവ് ഫീലിംഗ് ആണ്. അവിടെ അവർക്ക് എത്രത്തോളം കഴിവുണ്ടെന്നുള്ളത് സെക്കൻഡറി ആണ്. ബട്ട് എനിക്ക് തോന്നുന്ന പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ സ്കില്ല് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാൾക്ക് നല്ല ഷോ ചെയ്യാനുള്ള കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ഫെയിമിന് ഉപരിയായിട്ട് അവർ ആ ഒരു കാര്യം അവരെന്ത് ചെയ്യും, അവർ പ്രോപ്പറായിട്ട് അത് യൂസ് ചെയ്യും. ഇവിടെ വരുന്ന സമയത്ത് അങ്ങനെയുള്ളൊരു ഡിസഡ്വാൻറ്റേജ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു സൊസൈറ്റിയിൽ ആ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പെർഫോമൻസും കൂടെ ആയാലോ? എന്തെങ്കിലും ഒരു കുഞ്ഞൊരു അല്ലേ? ഓക്കെ, കാര്യം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഷുവർ. ഭയങ്കര വലിയ മനസ്സിലുള്ള എന്തെങ്കിലും അങ്ങനെ ഭയങ്കര ഡീപ്പായുള്ള ഇതിലേക്കൊന്നും പോകുന്നില്ല. സിമ്പിളായുള്ള എന്തെങ്കിലും കാര്യം ട്രൈ ചെയ്ത് നോക്കാം. കള്ളം പറയാറുണ്ടോന്ന് ചോദിക്കുന്നത്, കള്ളം പറയാൻ അങ്ങനെ ചോദിക്കില്ല. എനിക്കറിയാമോ എന്തായാലും ഉണ്ടെന്ന് എനിക്കറിയാമോ. അപ്പോൾ കള്ളം പറഞ്ഞ് ആൾക്കാരെ എത്രത്തോളം കൺവിൻസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ഇഫ് ഐ ആസ്ക് യു, ഒരു
45%. 45% വെറുതെ പറയാണ്. ഒന്നുകൂടി ഒന്ന് ഞാൻ പുഷ് ചെയ്യാണെന്നുണ്ടെങ്കിൽ അതൊരു 70-80 എത്തും. ശരി, ഇത് ഐ തിങ്ക് ഐ ഹാവ് സംതിങ്. യാ, ഒരു ഡൈസ് ആണ്. അപ്പം ഇത് ലൈക്ക് നമ്മൾ പാമ്പും കോണിയൊക്കെ കളിക്കാൻ ഉപയോഗിക്കുന്ന, ജസ്റ്റ് ഇതൊന്ന് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ ഇതിനകത്ത് 1 2 3 4 5 6 സൈറ്റ്സ് ഉണ്ടെന്നുള്ള കാര്യം അത് ഉറപ്പ് വരുത്താം. ഓക്കെ, സോ എന്നെ കാണിക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ കവർ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സൈഡ് റാൻഡോ ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ വെക്കുക, അതൊന്ന് കവർ ചെയ്യുക. അവിടെ സോ നോക്കിയിട്ട് തന്നെ ചെയ്താൽ മതി. 6 ഓപ്ഷൻസ് ഉണ്ടല്ലോ, ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരെണ്ണം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാം. ഓക്കെ, ഞാൻ ചെയ്യുന്ന സമയത്തും കാണാൻ പറ്റാത്ത രീതിയിൽ ഒന്ന് കവർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഐ ടെൽ യു വാട്ട് ടു ഡു. ഞാൻ തിരികെ ചെയ്യട്ടെ? യാ ഷുവർ. ഞാൻ കവർ മൈ ഐസ്. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചോ. ഞാൻ എൻ്റെ കൈ തന്നെ വെക്കാം, അല്ലെങ്കിൽ ടേബിളിൽ വെച്ചോ. പ്രഷർക്ക് കണ്ടില്ലെങ്കിലും ഫൈനൽ നമുക്ക് കാണിക്കാം. ജസ്റ്റ് യു ക്യാൻ കീപ്പ് ഇറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, തിരിഞ്ഞാലും കാണത്തില്ലല്ലോ, കുഴപ്പമില്ല. ഇല്ല, കവർ ചെയ്തു. ഓക്കെ, ശരി. സി, അറ്റ് ദിസ് പോയിന്റ് ഞാൻ ചോദിക്കും ഏത് നമ്പറാണ് വെച്ചതെന്ന് ചോദിക്കും. ചോദിക്കുന്ന മൊമെന്റിൽ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ വെച്ചിരിക്കുന്ന 2 ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഒന്നുകിൽ 2 എന്ന് പറയാം, അതല്ല എന്നുണ്ടെങ്കിൽ എന്നെ ബ്ലഫ് ചെയ്യാനായിട്ട് യു ക്യാൻ സേ 3 4 5 6 whatever. ഓക്കെ, ഡൺ. ഏത് നമ്പറാണ് വെച്ചേ? അപ്പോൾ എനിക്ക് പറയാമല്ലോ അല്ലേ? സി, അത് സത്യമാണോ കള്ളമാണോ എന്നുള്ള കാര്യം ഞാൻ കണ്ടുപിടിക്കാതാണ്. ഓക്കെ. ഏത് നമ്പറാണ് വെച്ചേ? 6 5 3. അല്ല, ഒറ്റ ഇത് ഒരു തവണ ചെയ്തോ, കൺഫ്യൂഷൻ ആണ്. ഒരു തവണ ചെയ്തോ. ഞാനത് കള്ളം പറയണോ അല്ലേ? ഞാൻ പറയാം, അതായത് ഒന്നുകിൽ കള്ളം പറയാം അല്ലെങ്കിൽ സത്യം പറയാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 2 എന്ന് പറയുന്ന നമ്പർ വെച്ചിട്ടെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കും ഏത് നമ്പറാണ് വെച്ചതെന്ന് ചോദിക്കും. വേണമെന്നുണ്ടെങ്കിൽ 2 എന്ന് പറയാം, അതല്ലാന്നുണ്ടെങ്കിൽ യു ക്യാൻ സേ 5. ഓക്കെ, അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം, അല്ലെങ്കിൽ ഇഫ് യു വോണ്ട് ടു സേ അനദർ നമ്പർ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം. മനസ്സിലായോ? ലൈക്ക് ദാറ്റ്. ഓക്കെ, ശരി, ഞാൻ നോക്കുന്നില്ല. കഴിഞ്ഞോ? ഏത് നമ്പറാണ് വെച്ചാ? 4. ഓക്കെ, ഭയങ്കര നിഷ്കളങ്കമായിട്ട് ഇത് പറഞ്ഞു. എനിക്ക് ഇത്രത്തോളം ഈസി ആക്കി തരണമെന്നില്ല. ഐ തിങ്ക് വെച്ചത് 4 തന്നെയാണ്. ഓഡിയൻസിനെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം. 4 തന്നെയാണ് വെച്ചത് കേട്ടോ. നമുക്ക് ഇപ്പം എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റി. കുറച്ചുകൂടെ എന്നെ നന്നായിട്ട് ബ്ലഫ് ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ ട്രൈ സംതിങ് എൽസ്. ഓക്കെ, ഈ ഒരു മൊമെന്റിലുണ്ടല്ലോ, കുറച്ച് സ്മാർട്ടായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ സെയിം നമ്പർ തന്നെ വെക്കാനായിട്ട് ട്രൈ ചെയ്യും. ഓക്കെ, ഈ ചിരിയെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ശരി, സോ അഗൈൻ കള്ളം പറയാം, സത്യം പറയാം. ഓക്കെ, ഏത് നമ്പറാണ് വെച്ചാൽ? 4. കുറച്ച് ഓവർ സ്മാർട്ടായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യുന്നറിയാവോ, അവർ ഞാനിങ്ങനെ തിങ്ക് ചെയ്യുമെന്ന് അവർക്കറിയാം. അതായത് 4 വെച്ചാൽ വീണ്ടും 4 വെക്കുമെന്ന് ഞാൻ തിങ്ക് ചെയ്യുമെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ എന്നെ കൗണ്ടർ ചെയ്യാനായിട്ട് അത് മാറ്റാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഓവർ സ്മാർട്ടായിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാർ. ഐ തിങ്ക് നിങ്ങൾ കുറച്ച് ഓവർ സ്മാർട്ടായിട്ട് തിങ്ക് ചെയ്യുന്നതാണ്. അപ്പോൾ 4 അല്ല വെച്ചെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. 4 അല്ല, ഐ എം സെയിങ്. അല്ലല്ലോ, അല്ല. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് നമ്പറാണ് വെച്ചെന്നുള്ളതായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ? ഞാൻ 1 2 3 4 5 6 എന്ന് കൗണ്ട് ചെയ്യാം. റിയാക്ഷൻസ് ഒന്നും തരണ്ട, ബട്ട് ആ നമ്പർ വിചാരിച്ചോ ഏതാ വെച്ചെന്നുള്ള കാര്യം. 1 2 3 4 5 6. Either 5 or 5. Seriously, 5? എങ്ങനെ? ആ 4 വരെയും ആക്ച്വലി ആ 4 വരെയും നിങ്ങൾ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു. ലൈക്ക് 5 and 6 പറയുന്ന മൊമെന്റിൽ ഓൾമോസ്റ്റ് എത്തുന്ന മൊമെന്റിൽ യു ചേഞ്ച് യുവർ. പക്ഷെ ഞാൻ എന്റെ ഫേസിൽ ഒരിക്കലും ഞാൻ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അതിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ശരി, ഇനി ഹിപ്നോട്ടിസം വേണ്ട. ഇത്തരത്തിലുള്ള മൊമെന്റ്സ് ഒക്കെ ചെയ്യുമ്പോഴേ എനിക്കിപ്പോൾ കുറച്ച് പേരെ വിളിച്ചിട്ട് അവരെയൊക്കെ ഒന്ന് ഹിപ്നോട്ടിസം ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യണമെന്നായിരുന്നു എൻ്റെ സെഗ്മെന്റിൽ ഉണ്ടായിരുന്നത്. ഇപ്പം എല്ലാവരും പറയുന്നതായിട്ട് അയ്യോ ചേച്ചി എല്ലാം എന്നെ കൊണ്ട് പറയിപ്പിക്കുമോ എന്നുള്ള സംശയങ്ങളൊക്കെ. ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ഞാൻ വെച്ചിരിക്കുന്ന 5 അല്ലേ, ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഓരോ മൊമെൻറ്റും ആ അടുത്തിരിക്കുന്ന ആളുടെ മൊമെൻറ്റ്സ് എല്ലാം നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. അതെന്തെങ്കിലും പ്രത്യേകമായിട്ട് നിങ്ങൾ ട്രെയിനിങ്ങോ കാര്യങ്ങളോ ചെയ്യുന്നുണ്ടോ? പ്രാക്ടീസ് ആണ്. ബേസിക്കലി ഇറ്റ്സ് പ്രാക്ടീസ്. അതായത്
ഒന്നാമത്തെ ഫസ്റ്റ് നമ്മളിതിനെക്കുറിച്ച് മനസ്സിലാക്കുക, പഠിക്കുക, റിസർച്ച് ചെയ്യുക, ഇവ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഞാൻ നേരത്തെ അതാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഒരു കോഴ്സിൽ 1-2 ദിവസം ജസ്റ്റ് എന്തെങ്കിലും പഠിച്ചതിന് ശേഷം നിങ്ങൾ പെട്ടെന്നൊരു പെർഫോമറായി മാറുക, അതൊന്നും പോസിബിൾ അല്ല. അപ്പോൾ നിങ്ങൾക്ക് അതെന്ത് ചെയ്യുക, എവിടെയെങ്കിലും പോയി പ്രാക്ടീസ് ചെയ്യുക, പിന്നീട് റിയൽ ലൈഫിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്കും കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ പറ്റുന്നത്. സോ നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ അപ്പോൾ മനസ്സിലാവും. നമ്മളിപ്പോൾ ഒരാൾ തിങ്ക് ചെയ്യുന്ന രീതിയിൽ തന്നെ ആയിരിക്കില്ല വേറൊരാൾ തിങ്ക് ചെയ്യുന്ന. ഒരാൾക്കാരുടെ പാറ്റേണിൽ ഡിഫറൻസ് ഉണ്ടാവും, അവർ റിയാക്ട് ചെയ്യുന്ന, അവർ റെസ്പോണ്ട് ചെയ്യുന്ന രീതികളിൽ ഡിഫറൻസ് ഉണ്ടാവും. ഒരു എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള പേഴ്സൺ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എടുക്കുന്ന പോലെ ആയിരിക്കില്ല ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള പേഴ്സൺ എടുക്കുന്നുണ്ടാവുക, അതിന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവുക. സോ ഇതുപോലത്തെ ഒരുപാട് ഡിഫറൻസസ് ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കാനും പഠിക്കാനും പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ, കാരണം മെന്റലിസം എന്നുള്ളത് ഇത്രയും വലിയൊരു ചാപ്റ്ററാണ്, നമുക്കത് എത്രയും പഠിച്ചാലും തീരാത്തൊരു ചാപ്റ്ററാണ് അല്ലേ മെന്റലിസം. ഇതൊക്കെ എപ്പോഴും കൗതുകം നിറഞ്ഞാണ്. ഏത് കുട്ടികൾ, പ്രായമൊന്നുമില്ല അല്ലേ, എല്ലാവർക്കും അത് നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു വാ ഫാക്ടർ അല്ലേ. ആ ഒരു ഞങ്ങളുടെ വാ ഫാക്ടറാണ് നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. ശരിക്കും പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? കാരണം അവരാണ് നിങ്ങളെ വിലയിരുത്തുന്നത്, കാരണം അവരാണ് നിങ്ങളുടെ ഊർജ്ജം എന്ന് പറയുന്നത്. ഓക്കെ, എനിക്ക് ഫസ്റ്റ് കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും ആൾക്കാർ എസ്പെഷ്യലി മാജിക് ഫീൽഡ് അല്ലെങ്കിൽ ഈ മെന്റലിസം ഫീൽഡൊക്കെ വരുന്ന സമയത്ത് ആൾക്കാർക്ക് നിങ്ങളൊക്കെ എന്ത് ഉടായിപ്പാടാ, നിങ്ങളൊക്കെ നിങ്ങളെ പറ്റിക്കാൻ നടക്കുന്നത്, അങ്ങനെയുള്ളൊരു ഭയങ്കര തോട്ട് ഇപ്പോഴും ആൾക്കാരുടെ ഇടയിലുണ്ട്. ആൾക്കാർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇതൊരു ആർട്ട് ഫോമാണ്. അപ്പോൾ പാട്ട് പാടുന്നത് പോലെ, ഡാൻസ് ചെയ്യുന്നത് പോലെ നമ്മൾ ആസ് പെർഫോമേഴ്സ് നമ്മളെയും ആ ഒരു അക്സെപ്റ്റൻസ് തന്ന് സ്വീകരിക്കേണ്ടതാണെന്നുള്ളൊരു കോൺസെപ്റ്റ് ഇപ്പോഴും ആൾക്കാർക്കില്ല. നമ്മൾ ഇതുപോലത്തെ ഫീൽഡിലുള്ള ആൾക്കാർക്കൊക്കെ ഇപ്പോൾ പാടുന്ന സമയത്ത് ഒരു വെള്ളി വീണ് കഴിഞ്ഞാൽ കാണുന്ന ആൾക്കാർക്ക് അയ്യോ അയാൾക്ക് തെറ്റിപ്പോയി, ഒരു സാധാ സിമ്പതി അല്ല തോന്നുക. പക്ഷെ നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് നമുക്കൊരു തെറ്റ് പറ്റി കഴിഞ്ഞാലോ ഇല്ല, അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഇത് വെച്ചിട്ട് ചൂഷണം ചെയ്യുന്ന പറ്റിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇപ്പം നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടില്ലേ, ഇപ്പം സോഷ്യൽ മീഡിയയിൽ കുറേ ആൾക്കാർ കാണുന്ന വീഡിയോ ആണ്. അതായത് പിള്ളേരൊക്കെ വെച്ചിട്ട് സ്പൂൺ ബെൻഡ് ചെയ്യുന്നു, മറ്റേ പേപ്പർ മൂവ് ചെയ്യുന്നു, അവർക്ക് എന്തോ ബ്രെയിനിൽ എന്തോ പവർ ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ മറ്റേ 6th സെൻസ് അൺലോക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതുപോലത്തെ ഫേക്ക് കാര്യങ്ങളുണ്ട്. ഈ വക കാര്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്താണ് നിങ്ങൾക്കൊരു ദേഷ്യവും അല്ലെങ്കിൽ ഒരു ഹെയ്റ്റ് ഒക്കെ തോന്നുന്നത്. നമ്മൾ ഒന്നും ക്ലെയിം ചെയ്യുന്നില്ല, നമ്മൾ ഇത്രയേ ഉള്ളൂ, നമുക്കിതൊന്നും സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കഴിവോ കാര്യങ്ങളൊന്നും അല്ല. നമ്മളിതിൻ്റെ പിന്നിലൊക്കെ ഒരു മാജിക്കോ ട്രിക്കോ കാര്യങ്ങളോ വെച്ചിട്ട് നിങ്ങളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സമയത്തേക്ക് നിങ്ങളെ ഹാപ്പി ആക്കാനായിട്ട് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്ന പോലെയാണ്, അതൊരു മേക്ക് ബിലീഫ് അല്ലേ. ആ മൊമെൻറ്റിൽ നിങ്ങൾ ആ ക്യാരക്ടറാണ്. ഇപ്പം നമ്മൾ ഒരു വില്ലനായിട്ട് അഭിനയിക്കുന്നു, അയാൾ ചീത്ത വിളിക്കുന്നു, കള്ളുപിടിക്കുന്നു, അല്ലെങ്കിൽ ഒരാളെ ഉപദ്രവിക്കുന്നു എന്ന് കരുതിയിട്ട് അയാളുടെ അടുത്ത് നമ്മളൊരു ഹേറ്റ് കാണിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അയാൾ എന്താണോ മനുഷ്യൻ, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുപോലത്തെ ഒരു ആർട്ട് ഫോമാണിത്. അപ്പോൾ ആ ഒരു കണ്ണിൽ, ആ ഒരു സെൻസിൽ തന്നെ ഇതിനെ കണ്ടാൽ മതി. പിന്നെ എന്താ, വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് എല്ലാ ആൾക്കാരും വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക. അഫ്കോഴ്സ് ഓഡിയൻസ് ഇത് കണ്ടാൽ മാത്രമാണ് ഇല്ല, നമ്മൾ എടുക്കുന്ന എല്ലാ എഫേർട്ടും പണിയൊക്കെ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ കണ്ടിട്ട് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിൽ അവർ ആ രീതിയിൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്യാന്നുള്ളതാണ്. സോ എനിവേ, ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കൂടെ നിന്നിട്ടുണ്ട്. ഒരു പരിചയമില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. നമ്മളിപ്പം വീഡിയോസ് ഇടുന്ന സമയത്ത് അവർ വളരെ സ്നേഹത്തോടുകൂടി സംസാരിക്കും, ഇടാത്ത സമയത്ത് എന്തുകൊണ്ടാണ് പുതിയ വീഡിയോസ് ഇടാത്തതെന്ന് ചോദിക്കും. അപ്പോൾ പേഴ്സണലി എവിടെയെങ്കിലും വെച്ച് നമ്മൾ പുറത്തേക്ക് കാണുന്ന സമയത്ത് ഒന്ന് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്ക് ഒരുപാട് നന്ദി. അപ്പോൾ ഇനി സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടൊക്കെ എന്തായാലും ഉണ്ടാവണം. സോ താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ ഓൾസോ. വരാൻ പറ്റിയാലും കുറച്ച് സമയം ഇവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സന്തോഷമുണ്ട്. തീർച്ചയായും ഞാൻ അർജുനെ കൊണ്ട് കുറേ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യിപ്പിക്കണം എന്ന് വിചാരിച്ചായിരുന്നു, കാരണം അത്രത്തോളം ടൂൾസ് ഒക്കെ ആയിട്ടാണ് ആളും വന്നത്. അപ്പോൾ പക്ഷേ സമയത്തിൻ്റെ ഒരു കുറവ് മൂലം ഒരു ചെറിയൊരു സംശയം കൂടെ, ഈ സ്ത്രീകൾക്ക് മെന്റലിസ്റ്റ് ആവാൻ പറ്റുമോ? ഉറപ്പായിട്ടും. അങ്ങനെ ജെൻഡർ ഒരു ഡിഫറൻസ് ഒന്നുമില്ല. നിങ്ങൾക്ക് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാനുള്ള കഴിവുണ്ടോ, അഫ്കോഴ്സ് നിങ്ങൾക്ക് ആവാൻ പറ്റും. അതിൻ്റെ എക്സാമ്പിളാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന ഷോസ് ഇപ്പം ഫെയിമായിട്ട് നിൽക്കുന്ന ഒരു ലേഡി മെന്റലിസ്റ്റാണ് സുഹാനി ഷാ. ഓക്കെ, അപ്പോൾ സുഹാനിയുടെ വീഡിയോസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഐ തിങ്ക് ഓൺ ഇൻസ്റ്റഗ്രാം ഒരു 2.something million ഫോളോവേഴ്സ് ഓൾറെഡി പുള്ളിക്കാരിക്ക് ഉണ്ട്. സോ വേൾഡിൽ അറൗണ്ട് ദ ഗ്ലോബ് ഇപ്പോൾ പുള്ളിക്കാരി ഷോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഷീസ് ലൈക്ക് എ സെലിബ്രിറ്റി. ഓക്കെ, അപ്പോൾ ജെൻഡർ, റെസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ, നിങ്ങൾക്ക് സ്കില്ലുണ്ടെന്നുണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ എല്ലാ ആൾക്കാർക്കും ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി ലേഡീസിനൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളൊരു ഷോ ചെയ്യുന്ന സമയത്ത് ആൾക്കാർ കണ്ടിരിക്കുന്നത് പോലെ ആവില്ല. ഇപ്പം ലേഡീസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ ആൾക്കാർ കണ്ടിരിക്കുന്നത് ആ ഒരു ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പം ഞാനും പഠിച്ചിരിക്കും. ഡെഫിനറ്റ്ലി ട്രൈ. ഓക്കെ, അപ്പോൾ വളരെയധികം നന്ദി അർജുൻ, നമ്മളോടൊപ്പം ഇത്രയും വിലപ്പെട്ട സമയം നമ്മോടൊപ്പം. കുറേയധികം സംശയങ്ങളുണ്ട്, ഇനിയും കണ്ടുമുട്ടാമെന്നുള്ള പ്രതീക്ഷയിൽ വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്. ഓക്കെ, മറ്റൊരു അതിഥിയുമായി നാളെ കാണാം. നന്ദി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.